A solid sphere is cut into two hemispheres. From one a square pyramid and from the other a cone each of maximum possible size are carved out. What is the ratio of their volume? കട്ടിയായ ഒരു ഗോളം രണ്ട് അർദ്ധഗോളങ്ങളായി മുറിച്ച് ഒന്നിൽ നിന്ന് പരമാവധി വലിപ്പമുള്ള സമചതുര സ്തൂപികയും മറ്റൊന്നിൽ നിന്ന് പരമാവധി വലിപ്പമുള്ള വൃത്തസ്തൂപികയും മുറിച്ചെടുക്കുന്നു. ഇവിടെ വ്യാപ്തം തമ്മിലുള്ള അംശബന്ധം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ ഒരു ഗോളമുണ്ട്. സോളിഡ് സ്പിയറിനെ രണ്ട് അർദ്ധഗോളങ്ങളായി മുറിച്ചിട്ടുണ്ട്. ഒരു സോളിഡ് സ്പിയറിനെ രണ്ട് അർദ്ധഗോളങ്ങളായി മുറിച്ചിട്ടുണ്ട്. ഒരു അർദ്ധഗോളം കൊണ്ട് സമചതുര സ്തൂപിക ഉണ്ടാക്കി, സ്ക്വയർ പിരമിഡ്. ഓക്കെ, അപ്പൊ സ്ക്വയർ പിരമിഡിന്റെ വോളിയം എന്ന് പറയുന്നത് 1/3 a² ആണ്. അപ്പൊ a² കാണുന്നുണ്ടെങ്കിൽ a കാണണം. അപ്പൊ ഞാൻ ആ ഒരു സ്പിയറിന്റെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെമിസ്ഫിയർ ആക്കി കഴിഞ്ഞാൽ അതിന്റെ അടിഭാഗം ഇങ്ങനെ ഒരു സർക്കിൾ ആയിട്ടാണല്ലോ വരിക. ആ ഭാഗത്ത് നിന്ന് നമ്മളൊരു സ്ക്വയർ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ താഴ്ഭാഗം ഏകദേശം ഇങ്ങനെ വരും അല്ലെ. അപ്പോ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് റേഡിയസ്, ഇത് ഈ സ്ക്വയറിന്റെ ഡയഗണൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഡയഗണൽ 2r എന്ന് വരും. അതായത് റേഡിയസിന്റെ ഡബിൾ ആണല്ലോ ഡയമീറ്റർ. ആ ഡയഗണലിൽ നമ്മൾ ഡയമീറ്റർ, സ്ക്വയറിന്റെ ഡയഗണൽ സർക്കിളിന്റെ ഡയമീറ്റർ ആയിരിക്കും. കാരണം ഇവിടെ 90 ഡിഗ്രി ആണ് വരിക. ഇത് സെമി സർക്കിളിലെ ആംഗിൾ ആണ്. അപ്പൊ ഇത് ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2r ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് സൈഡിനെ √2 കൊണ്ട് ഗുണിച്ചതിന് തുല്യമാണ്. അപ്പൊ ഡയഗണൽ തന്നിട്ട് സൈഡ് കാണാൻ പറഞ്ഞാലോ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സൈഡ് തന്നിട്ട് ഡയഗണൽ കാണാൻ പറഞ്ഞാൽ √2 കൊണ്ട് ഗുണിക്കുക. ഡയഗണൽ തന്നിട്ട് സൈഡ് കാണാൻ പറഞ്ഞാലോ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 2r/√2 എന്ന് വരും. 2r/√2 എങ്ങനെ എഴുതാം? 2നെ നമുക്ക് √2 × √2 എന്ന് എഴുതാം. 2നെ എങ്ങനെ എഴുതാം? √2 × √2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ അതിൽ നിന്ന് ഒരു √2ഉം താഴത്തെ √2 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ഓരോ √2 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ദെൻ മുകളിൽ ഒരു √2 ഉണ്ടാവും. അപ്പൊ √2r. ഇനി വോളിയം കാണാലോ. 1/3 a². a എന്ന് പറഞ്ഞാൽ എന്താണ്? √2r ² × r. ഇനി സ്ക്വയറിനുള്ളിൽ കൊടുക്കുക. √2ന്റെ സ്ക്വയർ 2, r-ന്റെ സ്ക്വയർ r² × r എന്ന് വരും. 2 × 1 2/3 r³ എന്ന് കിട്ടും. ഓക്കെ, ഇനി മറ്റേ ഭാഗം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് വൃത്തസ്തൂപികയാണ്. വൃത്തസ്തൂപികയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ വരിക? സ്പിയറിന്റെ ഈ അടിഭാഗം തന്നെയല്ലേ അതിന്റെ സർക്കിളായിട്ട് അതിന്റെ ബേസ് ആയിട്ട് വരിക. പിന്നെ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആ സ്പിയറിന്റെ റേഡിയസ് ആയിരിക്കൂലെ. അർദ്ധഗോളത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആ ഗോളത്തിന്റെ റേഡിയസ് ആയിരിക്കുമല്ലോ അല്ലെ. അപ്പൊ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1/3 πr²h. കോണിന്റെ 1/3 πr²h. ഇവിടെ റേഡിയസ് r തന്നെയാണ്, h-ഉം r തന്നെയാണ്. ഇതിൽ നിന്നും നമ്മളൊരു മാക്സിമം ഹൈറ്റിൽ എടുക്കാന്ന് പറഞ്ഞാൽ ആ കോണിന്റെ ആ സ്പിയറിന്റെ ഹൈറ്റിലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടുത്തെ റേഡിയസും r ആണ്, h-ഉം r ആണ്. അപ്പൊ 1/3 πr² × r. അപ്പൊ 1/3 πr³ എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ πr³/3 എന്ന് വരും. ഇനി ഇത് ഈ രണ്ട് വോളിയത്തിന്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് ഈസ് ടു വോളിയം ഓഫ് കോൺ. അപ്പൊ 2/3 r³ ഈസ് ടു πr³/3 എന്ന് വരും. നമുക്ക് ഇതിനെ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാം. അപ്പൊ 2r³/3 ഡിവൈഡഡ് ബൈ πr³/3. റെസിപ്രോക്കലേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പൊ 2r³/3 ഇൻറ്റു πr³/3 എന്താവും? 3/πr³ എന്നാവും. അപ്പൊ 3ഉം 3ഉം എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. r³ഉം r³ എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ഓക്കെ, അപ്പൊ നമുക്ക് 2/π എന്ന് കിട്ടും. ഇനി പൈയുടെ വാല്യൂ 3.14 കൊടുക്കുന്നതിന് പകരം പൈക്ക് നമുക്ക് വേറൊരു വാല്യൂ കൂടി ഉണ്ട്, 22/7 കൊടുക്കാം. 3.14 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റ് സംഖ്യയാണ് കിട്ടുക. റേഷ്യോ നമുക്കൊരു നോർമൽ നമ്പർ ആയി പറയാൻ വേണ്ടിയിട്ട് പൈയുടെ സ്ഥാനത്ത് 22/7 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചിടാം. ഓക്കെ, ആദ്യത്തെ നമ്പർ 2 ആണ്, പൈയുടെ വാല്യൂ ആണ്, താഴത്തെയാണ് ഫ്രാക്ഷൻ ഉള്ളത്. അപ്പൊ 2നെ 2 ആയിട്ട് തന്നെ എഴുതാം. ഹരണം ഗുണനാവും. 22/7 7 × 22 ആവും. 2ഉം 22ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 11 എന്ന് വരും. അപ്പൊ 7/11 അഥവാ 7:11 എത്രയാ വരിക? 7:11. വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് ഈസ് ടു വോളിയം ഓഫ് കോൺ എന്ന് പറഞ്ഞാൽ 7:11.